ഹലോ ഗൈസ്, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സംഭവം ഇന്ന് എനിക്ക് വിഷുവിൻ്റെ ഷൂട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കതിന് ഫസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വ്ളോഗായിട്ട് എടുത്തുവിടാന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് ഇൻട്രോ പറയാനൊന്നും കറക്റ്റ് അറിയത്തില്ല ഗൈസ്, കാരണം ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണേ. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോഴത്തേക്കും പോയിട്ട് അവിടെ എത്തിയിട്ട് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് കണ്ടിട്ട് അത് കഴിഞ്ഞ് അവിടെ നേരെ നമുക്ക് ഷൂട്ടിന് പോകണതാണ്. അപ്പോൾ എന്തെങ്കിലും സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് മൈക്കില്ല ഗൈസ്. സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇനി വരുന്ന വീഡിയോയിൽ കറക്റ്റ് ആക്കാം. അപ്പോൾ നമുക്ക് നേരെ മേക്കപ്പ് ചെയ്യാൻ പോകാം. അവിടെ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. ഗൈസ്, ഞാനിവിടെ എത്തി. അപ്പോൾ ഞാൻ ഇരിക്കണില്ല. അപ്പോൾ കഴിച്ച് ഞങ്ങളങ്ങനെ അവിടെ എത്തി. അവിടെ ആണെങ്കിൽ നിറയെ കുട്ടിപ്പൂച്ചകളുണ്ട്. കണ്ട ഞാൻ അതിൻ്റെ കുറേ എടുത്ത് എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ബ്ലൂ കണ്ണാണ് ഇരുന്ന് ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം പൂച്ച എടുത്തോണ്ട്, കാരണം എനിക്ക് പൂച്ചക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനെ എടുത്ത് കുറേ നേരം കൊച്ചിച്ചതിന് ശേഷം അവിടെ കുറേ കുട്ടികളുണ്ട്, കുറേ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മേക്കപ്പ് ചെയ്യാനായിട്ടിരുന്നു ഗൈസ്. ഞാൻ ഒരുങ്ങിയിട്ട് വരാം. അങ്ങനെ ഇതാണ് ഈ സാരി. ഞാനും അവൾ ഒരുമിച്ച് പഠിച്ചത്. അങ്ങനെ അവളിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി. അപ്പോൾ എനിക്കാണെങ്കിൽ വിഷുവിൻ്റെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് വരാം. പിന്നെ ഞാൻ അവളുടെ അടുത്താണ് ഇത് മേക്കപ്പ് ചെയ്യാൻ പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഹെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ അവൾ. അങ്ങനെ പിന്നെ അവൾ ഹെയറൊക്കെ കോംബ് ചെയ്ത് അതിനുശേഷം സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഹെയറൊക്കെ സ്ട്രെയിറ്റ് ചെയ്തതിനു ശേഷം ഗൈസ് എൻ്റെ മുടി നോക്കുക ഗൈസ്. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി മേക്കപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരുന്നു കേസ്. ഞാൻ അതിന് ശേഷം അവൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് ബാക്കി എക്സ്റ്റൻഷനൊക്കെ വെച്ച് സെറ്റാക്കി കേസ്. എന്നിട്ട് ബാക്കി കെട്ടുന്നത് ഏറ്റവും ലാസ്റ്റ് കെട്ടാമെന്നാണ് വിചാരിച്ചാൽ. അങ്ങനെ ഹെയർ എല്ലാം ക്ലിപ്പ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫേസിൽ. അങ്ങനെ ഫേസിൽ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ലെൻസാണ് ഇട്ട കേസ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ലെൻസ് ഇടണം. ഇനി ലെൻസ് തന്നെ എൻ്റെ സാഹസികമാണ് കേസ് നിങ്ങളീ കാണാൻ പോണത്. ആദ്യത്തെ കണ്ണിലെ ലെൻസ് ഇട്ടുകൊണ്ടിരിക്കുക കേസ്. ഞാനാണെങ്കിൽ അങ്ങോട്ടും നോക്കില്ല ഇങ്ങോട്ടും നോക്കില്ല. അതാണെങ്കിൽ ആദ്യം ഓക്കെ ഗൈസ്, കണ്ടോ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണടയ്ക്കാനാകാൻ പറഞ്ഞു. അങ്ങനെ കണ്ണടച്ച് കേസ്. അങ്ങനെ കണ്ണടച്ചിട്ട് തുറന്നപ്പോൾ താണ്ട ഒരു കണ്ണിൽ സക്സസ് ആയിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത കണ്ണ് മേക്കപ്പ് പാതിയായതിനു ശേഷമാണ് കുരിപ്പ് പറയുന്നത് അവളെ റിംഗ് ലൈറ്റ് ഉണ്ടെന്ന് കേസ്. പിന്നെ അതിനെടുത്ത് ഓണാക്കി വെച്ച് അപ്പോഴത്തേക്കും വെട്ടം മൊത്തത്തിൽ മാറിയാൽ. പിന്നെ അടുത്ത കണ്ണിൽ ലെൻസിട്ട് അവൾ അങ്ങോട്ട് നോക്കാനും ഇങ്ങോട്ട് നോക്കാനും ഒക്കെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുക. അങ്ങനെ അതൊക്കെ ലെൻസൊക്കെ ഇട്ടതിന് ശേഷം എന്താണ്ട ഗൈസ്, കേട്ടോ കിട്ടണം. ഇത് കൊണ്ടായിരുന്ന ആദ്യമൊക്കെ എനിക്ക് ലെൻസ് ഇടാൻ ഭയങ്കര പേടിയാണ് കേസ്. കാരണം ഇപ്പം ഇല്ല, ഇപ്പം അവൾ അത്രയും സൂക്ഷിച്ചാണ് കേസ് എനിക്ക് ലെൻസ് ഇട്ട് തരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. അതിനുശേഷം എനിക്ക് അവൾ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ടേന്ന്. അത് കഴിഞ്ഞ് എനിക്ക് മുടിയായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മുടി ഫ്രണ്ടിലൊക്കെ ഇട്ട് നോക്കി, കാരണം എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേസ്. പിന്നെ അവൾ എൻ്റെ കണ്ണിൽ ഐഷാഡോ കിട്ടുന്നു. ഞാനാണെങ്കിൽ അവൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതെന്തോ സാധനം എന്ന് കേട്ടാണ് കേസ് ഇരിക്കുന്നത്. കാരണം എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും പറയണമല്ലോ, അല്ലാതെ എനിക്കറിയത്തില്ല. അവളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മ കിട്ടിയില്ല. ഫേസൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി ഗൈസ്. അതിനുശേഷം അവൾ ഐബ്രോ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അങ്ങനെ ഐബ്രോ അവൾ വരയ്ക്കണം ഗൈസ്. കാരണം എൻ്റെ ഐബ്രോ അധികം കട്ടിയില്ലാത്തതുകൊണ്ട് അത് അവൾ വരച്ച് നല്ല രീതിക്ക് സെറ്റാക്കി തന്നു ഗൈസ്. കാരണം എനിക്ക് ഇപ്പുറത്തെ എൻ്റെ ഐബ്രോയും കണ്ട രണ്ട് നല്ല വ്യത്യാസമുണ്ട്. എനിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഐബ്രോ വരയ്ക്കണം. അങ്ങനെ അവൾ രണ്ട് ഐബ്രോയും വരച്ച് നല്ല ഭംഗിക്കാക്കി തന്നു ഗൈസ്. വരച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഐബ്രോയുടെ ലുക്ക് ടോട്ടലി ചേഞ്ച് ആയി ഗൈസ്. നല്ല ഭംഗിയില്ലേ. അതിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കണം കേസ്. കാരണം ലിപ്സ്റ്റിക് ഇടണ്ടാന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ ചായയോട് അത് കഴിച്ചിറക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുത്ത് കേസ്. ചായ എല്ലാം കുടിച്ചതിന് ശേഷം അടുത്ത പൊട്ട് വയ്ക്കണം കേസ്. പൊട്ട് വച്ചിട്ടില്ലെന്ന്. അത് കഴിഞ്ഞ് അവളിതാ ഈ കളർ പൊട്ടാണ് വെച്ചത്. നല്ല ഭംഗിയില്ലേ. പൊട്ടും കൂടെ വച്ചപ്പോഴത്തേക്ക് ലുക്ക് ഒരു കംപ്ലീറ്റ് ആയ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേസ്. ഞാൻ സെറ്റുമെൻ്റ് എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട്? ഇതായിരുന്നു എൻ്റെ ലാസ്റ്റത്തെ ലുക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഫോട്ടോഷൂട്ടിന് പോകാൻ ഓൾറെഡി ലേറ്റാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കാറിലാണ് കേസ് പോകണം. അവളെ കാറിലാണ് പോകണം. അങ്ങനെ ആദ്യം നമ്മൾ ഫസ്റ്റ് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയാണ് ഷൂട്ട് എടുക്കുന്നത്. അമ്മ സൈഡിൽ കൃഷ്ണനെയും പിടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ സ്ഥലത്തെത്തി കേസ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവനാണ് ഫോട്ടോഗ്രാഫർ. അങ്ങനത്തെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പുഞ്ചഗിരി പോയി. കാരണം അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ പുഞ്ചഗിരി പോയി ഷൂട്ട് നടത്താനാണ് ഗൈസ്. ഇതാണ് അവൻ എന്താ അവിടെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക ഗൈസ്. ഞാനവിടെ ഭയങ്കരമായിട്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ കിട്ടി. എനിക്കാണെങ്കിൽ കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ ഭയങ്കര പാടായി. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ലേറ്റ് ആവും, പറയാൻ സമയമില്ലെന്ന്. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം സന്ധ്യ കഴിയാറായി ഗൈസ്. ഞങ്ങളവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്കും 7 മണി അടുപ്പിച്ചാവാറായി. അവസാനം എൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് നിന്ന് എല്ലാവരും എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഗൈസ്. അവരാണെങ്കിൽ വീഡിയോ വരത്തേ ഇല്ല.
ആരതിയാണ് കേസ് ഞാൻ വിളിച്ചോടനെ എനിക്ക് ഒരു മടിയും പറയാതെ അവൾ എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നത്. പിന്നെ ഫോട്ടോഗ്രാഫർ എൻ്റെ ഫ്രണ്ടാണ്, അവനാണെങ്കിൽ ഫോട്ടോഗ്രാഫർ അല്ല, അവൻ എനിക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേസ്. പിന്നെ എൻ്റെ അമ്മ, പിന്നെ അമ്മയാണെങ്കിൽ എല്ലായിടത്തും കാണും കേസ്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ അമ്മയാണ്. അതാണ് കൊച്ചു കേസ്, അവനാണ് അവൾ അനിയെ. അവനാണെങ്കിൽ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് കേസ്, എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കേസ്. അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ തിരിച്ചത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമെന്നുള്ള കഥയാണ് കേസ് പറയണത്, കാരണം വോയിസ് ഓവർ ചെയ്യാനേ പറ്റുള്ളൂ കേസ്, കാരണം അവിടെ ഭയങ്കര സൗണ്ടാണ്. അത് ഞങ്ങൾ ഇതാ അവിടുന്ന് ബൈയൊക്കെ പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. അങ്ങനെ ഞാൻ നേരെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് മന്തിക്ക് ഓർഡറും കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഗൈസ്. അങ്ങനെ മന്തിക്കൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവ അടുത്തിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് മന്തി വന്ന്, പിന്നെ മന്തിയൊക്കെ കഴിച്ച് പാതിയായപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മിച്ചത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അതിൽ വെച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറയാം എനിക്ക് ഭയങ്കര വണ്ണമെന്ന്. ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ അവളെ വീട്ടിലോട്ടാണ് പോയി ഗൈസ്. ബാക്കി നമുക്കല്ലാതെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റാം, മുഖമൊക്കെ കഴുകണം, കണ്ണിൽ ലെൻസ് ഉണ്ട് അതൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ഇനി അതാണ് ഗസ്റ്റിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഇതൊന്നൊക്കെ മാറ്റിയിട്ട് വരാം. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയതുള്ളൂ ഗൈസ്. മണി ഇപ്പോൾ 9:33 ഞങ്ങൾ ഇവിടുന്നൊരു 5 o'clock ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ടിന് ഇറങ്ങണേ. അപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോൾ ഒരു 6:13 ആയി. അവിടെ നേരെ ഫുഡും കഴിച്ച് പിന്നെ അവിടെ മേക്കപ്പിൻ്റെ അവിടെ അവളുടെ വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ഗൈസ് ബൈ. ഈ വ്ളോഗ് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്, പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാച്ചാ ഗൈസ്, ബൈ ബൈ.